കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാല വയോജന വേദിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളും ആരോഗ്യ പരിപാലനവും എന്ന വിഷയത്തിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വായനശാലയിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് എടുത്തു. വയോജനവേദി അംഗം PK-യുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അതാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കുട്ടികളെക്കാട്ടിലും കൂടുതൽ 60-ന് മുകളിൽ പ്രായമുള്ളവരാണെന്നാണ് രേഖകൾ പറയുന്നത്. അപ്പോൾ 2050 എത്തുമ്പോഴത്തേക്കും 2/3 ആളുകളും 60-ൽ കൂടുതൽ പ്രായമുള്ളവരായിരിക്കും. അതായത് ബാക്കിയുള്ളവരെക്കാട്ടിലും ജനസംഖ്യയിൽ കൂടുതൽ ഈ വിഭാഗമായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ഈ ഒരു ഏജ് കഴിഞ്ഞാലാണ്. നമ്മൾ റിട്ടയർമെന്റ് ആയി ഇനി ഒന്നും ചെയ്യേണ്ട, വീട്ടിൽ ഒതുങ്ങിക്കൂടാം എന്ന് വിചാരിക്കണ ഒരു സമയമല്ല വാർദ്ധക്യം എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ ഒന്ന് സ്വസ്ഥായി വേറൊന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് പലതും ആൾക്കാർക്ക് സർവീസ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. കുറെ ഗുണകരമായ കാര്യങ്ങൾ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയിൽ നടന്ന ചടങ്ങിൽ TV പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങളും ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തിൽ ഗുരുവായൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M. അശ്വതി മുഖ്യപ്രഭാഷണം നടത്തുകയും ക്ലാസ് നയിക്കുകയും ചെയ്തു. വാർദ്ധക്യകാലത്ത് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെയും അവയ്ക്കുള്ള ആയുർവേദ പ്രതിവിധികളെയും കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചു. വയോജനവേദി സെക്രട്ടറി MA വേലായുധൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി AN മോഹനൻ, ട്രഷറർ MK സുരേന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി രവീന്ദ്ര മേനോൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.